ഹലോ, ഞാൻ ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, ഇപ്പോൾ എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു പെർട്ടിക്കുലർ ഹീറ്റ്ലെസ് കളർ അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആണോ എന്നൊക്കെയുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ബിക്കോസ് എനിക്കിത് വാങ്ങുന്ന സമയത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതൊക്കെ വാങ്ങിച്ചിട്ട് വല്ല ഉപയോഗമുണ്ടോ എന്നൊക്കെ. കാരണം സാധാരണ ഇങ്ങനെയൊക്കെ വാങ്ങി പോകുന്നത് കളറാണ് പതിവ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു ഉപയോഗിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയി. കാരണം സാധനം കൊള്ളാം. ഇവർ പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഹീറ്റ്ലെസ് കളർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്ത് ഹെയറിൽ അത്യാവശ്യം കുറച്ച് നനവൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു കളർ യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. കാരണം രാത്രി മുടിയിൽ അത്യാവശ്യം വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്ത് കേൾ ചെയ്തൊക്കെ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. പകരം ഞാൻ അത് ഉപയോഗിക്കാതെ കേളായി വരുമോ എന്നാണ് നോക്കിയത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. രാവിലെ എണീച്ചപ്പോഴത്തേനും അത്യാവശ്യം നല്ല കേളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കേളല്ല, കാരണം അവർ പറയുന്നത് പോലെ ഞാൻ ചെയ്തില്ലല്ലോ. എന്നാലും അത്യാവശ്യം അതൊന്നും ചെയ്യാതെ തന്നെ നല്ല കേളുണ്ടായിരുന്നു. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളിത് ഇട്ടിട്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ തലയിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു സാധനം ഇരിക്കുകയാണ്, വളരെ ഫ്രീ ആയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. പിന്നെ വേറെ നമ്മൾ പിന്നെ ശീലമായി വരുമ്പോഴത്തേനും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഉള്ള ഹീറ്റെല്ലാം കൊടുത്ത് നമ്മുടെ ഹെയർ ഡാമേജ് ആക്കുന്നതിനെക്കാട്ടിലും ഈ ഈ ഹീറ്റ്ലെസ് കളർ നല്ലതാണ്. അപ്പം എൻ്റെ അങ്ങനെയാണ് ഇത്. ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്ഥലം നോക്കി ഞാൻ വീടിൻ്റെ അടുക്കള വരെ എത്തിയതാണ് ഗായ്സ്. അപ്പം ഞാൻ 212 ഞാൻ ഈ ഒരു സാധനം വാങ്ങുന്നത്. അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൻ്റെ സമയത്ത് വാങ്ങി. പക്ഷേ ഇതിപ്പോഴും 234 ഒക്കെയാണ് ആമസോണിൽ കിടക്കുന്ന റേറ്റ്. സോ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. കാരണം നല്ല സാധനമാണ്, അത്യാവശ്യം നല്ല രീതിക്ക് കേൾസ് തരുന്ന നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ സെറ്റിംഗ് സ്പ്രേ കൂടെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം കുറേ നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കേള് കുറച്ചൊന്ന് മങ്ങി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടൊരു സെറ്റിംഗ് സ്പ്രേ കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ അതും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആയില്ല. എന്തായാലും ബാക്കിയുള്ള പ്രോഡക്ട്സ് പോലെ അവർ പറയുന്ന അതേ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു സാധനം വാങ്ങി റിവ്യൂ ചെയ്യാൻ വേണ്ടി അടുത്ത് വരാം, ഇല്ല വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ കാണുമ്പോൾ ബൈ ബൈ.